ഉദിപ്പിക്കുവാൻ വേണ്ടി ആത്മനാഥൻ ജ്വലിപ്പിച്ചോരഗ്നിയാ सद्गुरु पादम भजि भजि मानस में
ആത്മലോകത്തിലേക്ക് ദാനം ചെയ്തുകൊണ്ട് ഉന്നതമായി അത്യുന്നതമായി മനോഹരമായി ഒരു കൊണ്ടോണം ഏവർക്കും അനുഭവമായി അതിന് ശേഷമുള്ള നമ്മുടെ ഞായറാഴ്ച ആരാധന സർവലോകൈകനാഥനാകുന്ന ജഗദീശ്വരൻ തൻ്റെ എല്ലാ കലകളോടും കൂടി, അതുകൊണ്ടാണ് സർവകലാവല്ലഭൻ എന്ന് പറയുന്നത്, എല്ലാ കലകളോടും എല്ലാ ഗുണങ്ങളോടും കൂടി പ്രത്യക്ഷമായി വാഴുന്ന വാഴ്ചയാണ് ഖഡ്ഗാവതാരം. അതുകൊണ്ട് തന്നെ തന്നെ അറിഞ്ഞാശ്രയിച്ച് ആരാധിക്കുന്ന ആരിലും ആ കലകളെയും ഗുണങ്ങളെയും ജഗദീശ്വരൻ പകർന്ന് കൊടുക്കുന്ന അനുഭവമാണ് ആത്മബോധോദയ സംഘാടനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാർത്തിക പക്കനാൾ ദിനം ആരംഭിച്ച സമയത്ത് പൂർവകാലത്ത് ആത്മബോധോദയ സംഘാംഗങ്ങളും ഗുരുവും അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടിന്റെയും പട്ടിണിയുടെയും അവസ്ഥകളെ കുറിച്ച് ചെറുതായൊന്ന് സൂചിപ്പിച്ചിരുന്നു. അവിടെ നിന്നുകൊണ്ട് കണ്ണുനീരോടുകൂടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചത് സാക്ഷാൽ ദൈവമാണ് എന്ന് അധികമാരും അറിഞ്ഞിരുന്നില്ല. ദൈവത്തിന്റെ സ്വന്തം സന്താനങ്ങളെ പട്ടിണിയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, ജാതിമത ഭേദബുദ്ധികളിൽ നിന്ന് വീണ്ടെടുത്ത്, അന്ധകാരത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വന്ന ദൈവമാണ് തങ്ങൾക്ക് മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഇപ്രകാരം കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നതെന്നുള്ള സത്യം അധികമാരും അറിയിച്ചില്ല. കാരണം ആത്മനാഥനാണ് തങ്ങളോടൊപ്പം ഒരു മർത്തി ശരീരത്തിൽ വാഴുന്നത് എന്ന് പരിപൂർണമായ ഒരു ആത്മാവിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കർമ്മങ്ങളും ചെയ്യാൻ അടുത്തു ചെല്ലുകയില്ല. തൊടാൻ ഭയക്കും, നേരെ നിൽക്കാൻ ഭയക്കും, എല്ലാത്തിനും ഭയമുണ്ടാകും. അതാണ് വൈഷ്ണവ തേജസ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഒരു ഒളിവിലും മറവിലും അന്നും ഇന്നും ആ ഒളിവിലും മറവിലും തന്നെ ഇരുന്നു കൊണ്ടാണ് തൻ്റെ ആദർശ കർമ്മങ്ങൾ താൻ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അബദ്ധമാർക്കും പറ്റരുത്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ദൈവം പ്രത്യക്ഷമായി നിലകൊള്ളുന്നു. അത് ചെറുതാകട്ടെ വലുതാകട്ടെ, കാര്യമായതാകട്ടെ അകാര്യമായതാകട്ടെ, എന്തിലും ഇടപെടാൻ ദൈവം തയ്യാറാണ്. പക്ഷേ അതുകൊണ്ട് ദൈവത്തെ അളക്കരുത്. ലോകത്തിലെ ഒരളവ് പോലും കൊണ്ടും അളക്കാൻ കഴിയുന്ന ആളല്ല ശുഭാനന്ദ രൂപം. ഒന്നുകൊണ്ടും അളക്കാൻ കഴിയില്ല. ആദ്യന്തവിഹീനമായ രൂപം, ഒന്നിനോട് ഉപമിക്കാൻ കഴിയാത്ത രൂപം, നിർവികാര രൂപം, നിശ്ചല രൂപം, നിഷ്കളങ്ക രൂപം, നിർമ്മല രൂപം, നിത്യാനന്ദ രൂപം. അതാണ് ശുഭാനന്ദ രൂപം. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. വർഷങ്ങളായി, 2-2.5 വർഷമായി നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്കൊന്നും ഇങ്ങോട്ട് വരാനും ഇവിടെ നടക്കുന്ന ഒരു കർമ്മങ്ങളിൽ ഇടപെടാനും കഴിയാതെ ദുഃഖിതരായി കഴിയുകയാണ്. അവരുടെ ഹൃദയവേദന എത്ര വലുതാണെന്ന്
ഇതിനുള്ളിൽ കഴിയുന്നവർക്കും വല്ലപ്പോഴുമെങ്കിലുമൊക്കെ വന്ന് കാണാൻ കഴിയുന്നവർക്കും മനസ്സിലാവുകയും ഈ സത്യത്തെ അറിഞ്ഞ് ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ആത്മാവ് കൂടുതൽ കൂടുതൽ ശരീരപ്രകാരം തന്നെ കണ്ട് ആ കാര്യങ്ങളിൽ ഇടപെടാനും ആരാധിക്കാനും ആനന്ദിക്കുവാനുമുള്ള സന്ദർഭത്തിൽ നിന്ന് കൂടുതൽ 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 വിദൂരതയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന തീക്ഷ്ണമായ വേദന, അത് അനുഭവിക്കുന്ന ഒരാളിന് മാത്രമേ അതിനെ വിശദീകരിക്കാൻ പറ്റുകയുള്ളൂ. അനുഭവിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ഗുരുവിൻ്റെ ഹൃദയം അതറിയും, ആ വേദനകൾ അറിയും. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഈ സന്നിധാനത്തിൽ നടക്കുന്ന ഏത് പ്രാർത്ഥനകളിലും വിദേശത്തുള്ള സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അത്രയും ആശ്രയിച്ചാണ് വിദേശങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. ഇവിടെ വരാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം സിബിയും പ്രിയയും കുഞ്ഞുങ്ങളും വിദേശത്തു നിന്ന് വന്നു. അവരെ കണ്ടപ്പോൾ ഉണ്ടായ ആ പ്രത്യേക ബന്ധവും ആകർഷണവും സന്തോഷവും, കാരണം വർഷങ്ങളായി അവർക്ക് കാണാൻ കഴിയാതെ വിഷമിച്ചു കഴിയുകയാണ്. എന്നാൽ എല്ലാ സുഖവും സന്തോഷവും അവർക്ക് അവരുടെ ഭവനത്തിൽ ജഗദീശ്വരൻ ദാനം ചെയ്യുന്നുമുണ്ട്. എങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം കൂടുതൽ പ്രകടിപ്പിക്കാതെ ഞാനൊന്ന് ഒതുങ്ങി. കാരണം ഇപ്പോൾ കൂടുതൽ അടുത്തിടപെടാനും സംസാരിക്കാനും ഒന്നും പറ്റാത്ത പ്രത്യേക സാഹചര്യമാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ കീർത്തനം പാടി, സത്യസ്വരൂപനാം സൽഗുരുവേ അങ്ങ് തൃപ്പാദം ഞങ്ങൾക്കു കണ്ടാൽ മതി. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വീണ ശബ്ദങ്ങൾ, കീർത്തന ശകലങ്ങൾ വീണ്ടും എൻ്റെ കണ്ണുകൾ നിറയിച്ചു. കാരണം അതിതീവ്രമായ വേദനയാണത്. അതിതീവ്രമായ വേദനയാണത്. അടുത്ത് നിൽക്കുന്നവർ, അടുത്ത് സഹകരിക്കുന്നവർ, എപ്പോഴും കാണാൻ അവസരമുള്ളവർ അറിയുന്നില്ല. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു, പാടി പ്രാർത്ഥിച്ചു. സന്തോഷമായി അവർ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു. ഇനിയും എത്രയോ സന്താനങ്ങൾ, കുടുംബങ്ങൾ വിദേശങ്ങളിൽ കഴിയുകയാണ്. എന്നാണ് ഇവിടേക്ക് എത്താൻ കഴിയുന്നത്? എന്നാണ് വിദക്ഷിണ സമർപ്പിക്കാൻ പറ്റുന്നത്? എന്നാണ് ആ പാദത്തിൽ നമസ്കരിക്കാൻ പറ്റുന്നത് എന്ന് ആഗ്രഹിച്ച് ആശ്രയിച്ചുകൊണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ കഴിയുകയാണ്. എത്രയും വേഗം അത് സാധ്യമാകുവാൻ ജഗദീശ്വരൻ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ നിലയിൽ ജീവിത മാർഗങ്ങൾ നിർവഹിച്ചുകൊണ്ട് ശുഭാനന്ദ നാമത്തിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതം ചെയ്യുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ജഗദീശ്വരൻ കനിഞ്ഞനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പൊന്നോണം ഇത്ര മനോഹരമായി നടത്തിത്തന്ന ജഗദീശ്വരന് നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ ആരാധനയിൽ ഒരു നന്ദി വാക്ക് പറയുവാൻ ഞാൻ സിബി ഭക്തനെ തന്നെ ക്ഷണിക്കുകയാണ്. സിബി ഭക്തൻ ഇതിനകത്തേക്ക് വരാം. ഇപ്രകാരം ഓരോ കാര്യങ്ങളും നമ്മുടെ മഹാഗോപുരത്തിൻ്റെ കട്ടളവയ്പ് കർമ്മം ഏത് വിധത്തിലാണത് നടന്നത്, എപ്രകാരമാണത് നടന്നത്, ചിന്തിച്ചൊരാളിന് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അപ്രകാരം ഉന്നതമായി ജഗദീശ്വരനെല്ലാം നടത്തി.
അന്നത്തെ ദിവസം നടന്ന ഉത്രാട പൂജയും അതിനോടനുബന്ധിച്ച് നടന്ന ആരാധനയും, പിറ്റേ ദിവസം തിരുവോണം, അത് കഴിഞ്ഞ് വന്ന ആരാധന, എന്തെല്ലാം വിധത്തിൽ ജഗദീശ്വരൻ ഓരോന്നോരോന്ന് ഒരുക്കി ആത്മലോകത്തെ ആനന്ദിപ്പിക്കുന്നു. ഈ ആനന്ദം എൻ്റെ ഗുരുവിൻ്റെ ത്യാഗകർമ്മ ഫലമാണെന്ന് ഓർത്തുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഭക്തിയുള്ളവരായി, വിനയമുള്ളവരായി, ആശ്രയമുള്ളവരായി ജീവിക്കുക, നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിക്കുക. സർവശക്തി നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ പരനെ സ്തുതിച്ചിടുന്നേ, പരമാനന്ദം തരുന്നോനെ സ്തുതിച്ചിടുന്നേ. പരലോകം എന്ന് പറയുന്നത് പരമാത്മാവിന്റെ അധിവാസ സ്ഥലമാണ്. ആ അധിവാസ സ്ഥലമാണ് പരിശുദ്ധ രാജ്യം. ആ പരിശുദ്ധ രാജ്യത്തേക്ക് പരന്മാരെ ചേർക്കുവാനാണ് പരമാത്മാവ് ഈ പരിശുദ്ധത ലോകത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചത്. എന്താണ് പരിശുദ്ധത? നിഷ്കളങ്ക ജ്ഞാനമാണ്. ആ നിഷ്കളങ്ക ജ്ഞാനം നിഷ്കളങ്ക ഹൃദയം തുറന്ന് മർത്യജന്മങ്ങളിലേക്ക് ലോകം കൂടാതെ ദാനം ചെയ്തുകൊണ്ടാണ് നിഷ്കളങ്ക ആദർശത്തെ ലോകത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ആദർശത്തെ സ്ഥാപിച്ചിരിക്കുന്നത് അതിശ്രേഷ്ഠമായ അറിവാണ് ആദർശം. ആ ആദർശത്തെ മർത്യജന്മങ്ങളിൽ ഈ പരിശുദ്ധത നിറവേറ്റുവാനാണ് സ്ഥാപിച്ചത്. ആ പരിശുദ്ധതയാണ് പരമാത്മാവിന്റെ അധിവാസ സ്ഥലം. അത് തൂത്തുവൃത്തിയാക്കി ഒരു വീട് വൃത്തിയാക്കി ഇടുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയം വൃത്തിയാക്കി വെക്കുവാനുള്ള ഒരു നിയമം. അവിടെ സോപ്പ് കൊണ്ട് കഴുകാനോ ചൂലുകൊണ്ട് തൂക്കാനോ പറ്റുന്ന സ്ഥലമല്ല. പിന്നെ എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? നിഷ്കളങ്ക ജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ട ആത്മാവ് ഈ ലോകമോഹാദികളിൽപ്പെട്ട് കളങ്കം വ്യാപിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ വെച്ചു തന്നെ ഈ ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം കൊണ്ട് ആ കർമ്മഫലം പരിശുദ്ധമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ പരിശുദ്ധത ആ കർമ്മഫലം പരിശുദ്ധതയായി പരിവർത്തിച്ച് ആത്മലോകത്തിന് ആത്മനാഥനെ
ആത്മാവിൽ അനുഭവമാകുവാനുള്ള വ്യവസ്ഥയാണ് താൻ കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ വ്യവസ്ഥയാണ് കൊണ്ടുവന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കലിയുഗ വ്യവസ്ഥയാണ്. ക്രേതയിൽ തപസ്സും ത്രേതയിൽ യാഗവും ദ്വാപരയിൽ പൂജയും ചെയ്ത് കടന്നു വന്ന മർത്യജന്മങ്ങൾ കലിയിങ്കൽ ഈ തപസ്സും യാഗവും പൂജയും ചെയ്താൽ മോക്ഷം ലഭിക്കുകയില്ല. ആ കലിയുഗത്തിലെ മോക്ഷം നാമസങ്കീർത്തനം കൊണ്ട് അത്യാവശ്യമായി സാധിക്കേണ്ടത്. എന്ത്? ഈ മോക്ഷ വ്യവസ്ഥ ആദ്യം ഒന്ന് ബോധ്യപ്പെടണം. കരുണാനിധി കളങ്കമില്ലാത്ത ജ്ഞാനബോധി ഇങ്ങനെ ഭവിപ്പിക്കുകയാണ്. നമ്മുടെ വിവേകാനന്ദ സ്വാമി പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ആ കരുണാനിധിയുടെ ആത്മജ്ഞാനങ്ങൾ ആർക്ക് കേട്ടാലും ഉടൻ മനസ്സിലാകുമെന്ന്, അത് ദൈവശബ്ദമാണെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന്. അത് സത്യമാണ്. പക്ഷേ ആത്മാവിൽ അറിയുന്ന ആ അറിവ് ഈ ലോകത്തിൽ ജീവിച്ച് കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യൻ ആത്മാവിനേക്കാളും കൂടുതൽ കരുതുന്നത് സ്വന്തം മനസ്സിനെയാണ്. ആ സ്വന്തം മനസ്സുകൊണ്ട് അവൻ ആലോചിക്കുമ്പോൾ ഈ സ്വാമി ഏതാണ്ടൊക്കെ പറയുന്നു എന്നല്ലാതെ മറ്റു കാര്യമൊന്നും തോന്നുന്നു. ആത്മാവിൽ അറിഞ്ഞാലും ഈ ഉണ്ടായ അറിവ് കൊണ്ട് ഭരിക്കപ്പെടുന്ന മനസ്സ്, ഭരിക്കപ്പെടുന്ന മനസ്സ് ഇതിന് അനുവദിക്കുകയില്ല. എങ്ങനെയെന്ന് വെച്ചാൽ, ജർമ്മനിയിൽ പോയി ഒരാൾ ജർമ്മൻ ഭാഷ പഠിച്ചു, മിടുക്കനായി പഠിച്ചു. അവിടെ നിന്ന് ആരോട് സംസാരിച്ചാലും ആർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ജർമ്മൻ ഭാഷ പഠിച്ചു. എല്ലാ വിധത്തിലും പറയാനും എഴുതാനും വായിക്കാനും എല്ലാം വ്യക്തമായി പഠിച്ചു. ഈ കേരളത്തിൽ നിന്ന് പോയാണ് പഠിച്ചത്. അവിടെ നിന്ന് തിരികെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ആളുകളോടെല്ലാം ജർമ്മൻ ഭാഷയിൽ സംസാരിച്ച ആർക്കും മനസ്സിലാകില്ല. ഈ ആളിനറിയാം എന്താണ് പറഞ്ഞതെന്ന്. ഈ ജർമ്മൻ ഭാഷ പഠിച്ച ആളിനറിയാം അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് കൃത്യമായിട്ട് അറിയാം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിന് പോലും ഇത് മനസ്സിലാകുന്നില്ല. എങ്ങനെ ഈ ഭാഷ ഒരാളിലേക്ക് ബോധ്യപ്പെടുത്തുമെന്ന് ആലോചിച്ച് അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ ജർമ്മൻ ഭാഷ പഠിച്ച ഒരാൾ വീണ്ടും അവിടെ വന്നു. ആ ജർമ്മൻ ഭാഷക്കാരൻ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇദ്ദേഹം കേട്ടു. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളാണ്. ജർമ്മൻ ഭാഷയിലാണ് സംസാരിക്കുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇതുപോലെ ആത്മാവിന്റെ പ്രത്യേക ഗുണവിശേഷങ്ങളിലൂടെ ഒരു ജന്മാന്തര ഗുണം സിദ്ധിച്ച ആത്മാവിന് മാത്രമേ പ്രത്യക്ഷമായി ഈ ആത്മജ്ഞാനം മനസ്സിലാകുകയുള്ളൂ. ആത്മാവത് കേട്ടാൽ അറിയുമെന്നുള്ളതും ആത്മാവതിൽ ഉണരുമെന്നുള്ളതും പരമസത്യം തന്നെയാണ്. പക്ഷേ ഈ മനസ്സ് ഇതിനൊന്നും അനുവദിക്കുകയില്ല. ആ സുഖത്തിലേക്ക് എത്താൻ അനുവദിക്കുകയില്ല. ആത്മനാഥനുമായി ബന്ധിച്ച് ജീവിക്കാൻ അനുവദിക്കുകയില്ല.
എന്തുകൊണ്ടാണ്? ജന്മാന്തര ദോഷം അവനിൽ കുടിയിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവന്റെ മനസ്സിലേക്ക് വേണ്ടത് അറിയാനുള്ള അറിവില്ലാതെ പോയത്. ആ അറിവ് മനസ്സിലേക്ക് എത്തണമെങ്കിൽ ഈ മനസ്സുകൊണ്ട് തന്നെ ചിന്തിച്ച് നല്ല കാര്യങ്ങളിൽ ഇടപെട്ട് നല്ല കർമ്മങ്ങൾ ചെയ്ത് നല്ല ഫലങ്ങളെ വർദ്ധിപ്പിച്ച് ആത്മാവിനൊരു ഗുണമുണ്ടാകണം. ആ ഗുണത്തിൽ നിന്നുകൊണ്ട് അവൻ ചിന്തിക്കുമ്പോൾ അവന് മനസ്സിലാകും ഉടയവന്റെ തിരുശബ്ദമാണ് കേൾക്കുന്നത്. ആ ഉടയവനാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാധിക്കുക? ആത്മഗുണവർദ്ധനവിൽ മാത്രമേ ആത്മനാഥനെ അറിയുകയുള്ളൂ. അല്ലാതെ ഇത് മനസ്സിലാക്കാൻ ഒരു മാർഗവുമില്ല. ആത്മനാഥന്റെ ശബ്ദമാത്മാവ് അറിയും. പക്ഷേ അത് ബോധ്യമാകണമെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിലും ആ ജന്മാന്തര ഗുണമുണ്ടായിരിക്കണം. അപ്പോ നമുക്ക് ജന്മാന്തര ഗുണം ആർക്കുമില്ല എന്ന് കരുതി ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാനല്ല ഈ പറയുന്നത്. ആരെ ഉപേക്ഷിച്ച് കളയാനുമല്ല പറയുന്നത്. ജന്മാന്തര ഗുണശ്രേഷ്ഠത ജന്മങ്ങൾക്ക് നൽകുവാനാണ്. ജന്മാന്തര ജ്ഞാനം നൽകാൻ ജന്മി വന്നല്ലോ. ജനനം, കർമ്മം, മരണം ഇത്യാദികളിൽ കൂടി ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുന്നില്ല എന്നും ആ പ്രതീക്ഷിക്കുന്നത്ര വേഗത്തിലല്ല എന്നും പൂർണ്ണമായും ബോധ്യമാക്കിക്കൊണ്ട് ജഗദീശ്വരൻ തന്നെയാണ് ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് ജന്മാന്തര ജ്ഞാനം നൽകുന്നത്. ആ ജന്മാന്തര ജ്ഞാനം ഗ്രഹിക്കുന്ന വർദ്ധ്യൻ ആ ജന്മാന്തര ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വശങ്ങളെ അഥവാ സൃഷ്ടി വിശേഷങ്ങളെ ആ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അവന്റെ കർമ്മപഥത്തിൽ കൊണ്ടുവന്ന് ഉത്കൃഷ്ടമായ ചിന്തകളും ഉത്കൃഷ്ടമായ വാക്കുകളും പരമോത്കൃഷ്ടമായ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ പരമോത്കൃഷ്ടമായ കർമ്മഫലം അവന്റെ ആത്മാവിലേക്ക് ജഗദീശ്വരൻ ദാനം ചെയ്യും. ആ പ്രകാരം പരമോത്കൃഷ്ട കർമ്മഫലം ഒരു ആത്മാവിൽ ഭവിക്കുമ്പോൾ ആ
സ്വയം പ്രകാശം ഉണ്ടായത്. സദ്ഗുരുവിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടായത്. ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ സൃഷ്ടികൾക്കുള്ളിൽ ഉള്ളതും സർവതും ഗുരുവാണ്. എങ്ങനെ എവിടെ നിന്ന് എന്തെടുത്തു നോക്കിയാലും ഗുരുവാണ്. അപ്രകാരമുള്ള ഗുരു ഇപ്രകാരം രൂപാന്തരപ്പെട്ട ഈശ്വര രൂപത്തിലേക്ക് എഴുന്നള്ളി വാഴും. എങ്ങനെയാണ് ആ ഈശ്വര രൂപം ധരിച്ചത്? ഗുരുവിന്റെ ജന്മാന്തര ജ്ഞാനത്തിൽ നിന്ന് ആ ജന്മാന്തര ജ്ഞാനത്തിന്റെ ഉടമസ്ഥൻ തന്നെ പ്രത്യക്ഷമായി വന്നു നിന്നുകൊണ്ട് ജന്മാന്തര ജ്ഞാനം ആത്മലോകത്തിന് ദാനം ചെയ്യുന്നു. ആ ജന്മാന്തര ജ്ഞാനം ദാനം ചെയ്യുന്നു. ആ ജന്മാന്തര ജ്ഞാനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ജന്മാന്തര ജ്ഞാനത്തിന്റെ ഉടമസ്ഥൻ തന്നെ പ്രത്യക്ഷീഭവിക്കുന്നു. പ്രത്യക്ഷീഭവിക്കുന്നു. അതാണ് സദ്ഗുരുവിന്റെ വാഴ്ച. അതാണ് സദ്ഗുരുവിന്റെ അവതാരം. അതാണ് സദ്ഗുരുവിന്റെ അവതാര കർമ്മം. അതാണ് ഒരു ആത്മാവിൽ കൂടി ഈശ്വരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ മഹത്തായ ആദർശത്തെ സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ആത്മാവിന്റെ സൽഗതിക്കുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ആത്മനാഥൻ തന്നെ കനിഞ്ഞ് അനുഗ്രഹിച്ച് ദാനം ചെയ്തിരിക്കുന്ന ഉത്തമ ഉപകരണമാണ് നമ്മുടെ ശരീരം. ഉത്തമ ഉപകരണമാണ് ശരീരം. കാരണം ഇതിനേക്കാൾ വലിയൊരു ഉപകരണം ഈ പ്രപഞ്ചത്തിലില്ല. ഇത്രയേറെ ബുദ്ധിയും ഇത്രയേറെ ശക്തിയും ഇത്രയേറെ കഴിവുകളും ഉള്ള ഒരു ഉപകരണം വേറെ ഈ പ്രപഞ്ചത്തിലില്ല. ഇതിനേക്കാൾ വലിയ ജീവികളുണ്ട്. ഇതിനേക്കാൾ അനേകം മടങ്ങ് വലിപ്പമുള്ള ജീവികളുണ്ട്. എന്നാൽ മനുഷ്യ ശരീരം പോലെ ശ്രേഷ്ഠമായ ഉത്തമമായ ഒരു ഉപകരണം ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരൻ തന്നെ തന്റെ സ്വന്തം രൂപത്തെ വാർത്തു തീർത്തെടുക്കുവാൻ രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ ശരീരം. സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്നു ആത്മാവിൻ രൂപത്തെ വാക്കിടുന്നു. സകലതും സൃഷ്ടിച്ച ശില്പി, ഏകശില്പി, ഖഡ്ഗിയാകുന്ന ശില്പി, കലിയെ സംഹരിക്കുന്ന ശില്പി. ആ ശില്പി വാർത്തു തീർത്തെടുത്തതാണ് ഇതിന്റെ ഉള്ളും പുറവും. ആത്മരൂപത്തെയും ഈ ആത്മാവിന് വസിക്കാനുള്ള ശരീരത്തെയും സർവ ബുദ്ധിയും ഓർമ്മയും കഴിവുകളും നിറച്ചു വെച്ച് ഇപ്രകാരം ഒരു ഉപകരണം ദാനം ചെയ്തിരിക്കുമ്പോൾ അതിന്റെ കർമ്മങ്ങളെല്ലാം അതിനു വേണ്ടിയായിരിക്കണം. ദേഹത്തിന്റെ ആരോഗ്യം ആത്മാവിൻ മോക്ഷ കർമ്മങ്ങൾക്കായിട്ടു പ്രയോഗിക്കാം. ദേഹത്തിന്റെ ആരോഗ്യം ആത്മാവിൻ മോക്ഷ കർമ്മങ്ങൾക്കായിട്ടു പ്രയോഗിക്കാം. അല്ലാതെ ദേഹം ഉപേക്ഷിച്ചിട്ടല്ല മോക്ഷം നേടുന്നത്. ആരോഗ്യത്തോടുകൂടി ദേഹത്തിൽ ജീവിക്കുന്ന കാലത്ത് എന്നെ നയിക്കുന്ന, എന്നെ വളർത്തുന്ന, എന്നിൽ ബുദ്ധിയായി നിൽക്കുന്ന, എന്നിൽ ഓർമ്മയായി നിൽക്കുന്ന,
എന്നിൽ ശക്തിയായി നിൽക്കുന്ന എന്റെ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്റെ കടമയാണെന്നുള്ള തിരിച്ചറിവിൽ ഒരാത്മാവ് സ്വന്തം ആരോഗ്യത്തെയും ബുദ്ധിയെയും ശക്തിയെയും ഉപയോഗിച്ച് ലോകത്തിൽ ജീവിച്ചാൽ ആ നിർവിഘ്നം ഈ നിർലോഭമായി നിർഗുണവാനാകുന്ന ഈശ്വര രൂപത്തെ ആത്മരൂപമായി കാണുവാൻ വേണ്ടി ജീവിച്ചാൽ സദ്ഗുരുവിന്റെ കാരുണ്യം അവരിലേക്ക് ചൊരിയും. അങ്ങനെയാണ് ഈ ഉപകരണത്തെ ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈ ഉപകരണം തന്നത്. ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് ഈ ശരീരത്തിന് ആവശ്യമായതൊക്കെ കരുതുന്നതിൽ തെറ്റൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഈ ആധ്യാത്മിക സ്ഥാപനത്തിൽ നിന്നും ആഹാരവും കൊടുക്കുന്നത്. അല്ലാതെ ആത്മാവിന്റെ ആനന്ദം മാത്രം കൊടുക്കുകയുള്ളൂ, ആഹാരം കൊടുക്കുകയില്ല എന്നൊരു നിർബന്ധമില്ല. വരുന്നവർക്ക് ഒരു നേരം എന്തെങ്കിലും കൊടുക്കണമെന്നാണ് നിർബന്ധം. ആദ്യകാലങ്ങളിൽ ഒന്നുമില്ലാത്തപ്പോ പോലും എന്തെങ്കിലും ഒന്ന് കൊടുത്തില്ലെങ്കിൽ ഒരു തൃപ്തിയില്ല. അങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം. അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വന്ന് ആത്മാവിന്റെ ആഹാരവും ആ ദേഹത്തിന്റെ ആഹാരവും ഒന്നുപോലെ കൊടുക്കുവാൻ കരുണാനിധി ഇതാ ഉള്ളും പുറവുമായി പ്രത്യക്ഷമായി വാഴുന്നു. കരുണാനിധി പ്രത്യക്ഷമായി വാഴുന്നു. ഇത് ആത്മലോകം കണ്ടറിഞ്ഞ് ജീവിക്കുക, ആത്മനാഥനെ അറിഞ്ഞു ജീവിക്കുക, നന്ദിയുള്ള ഹൃദയങ്ങളായി ജീവിക്കുക. എന്തുകൊണ്ടാണ്? അന്നദാന പ്രഭുവാകുന്ന ഈശ്വരനാണ്. അന്നദാന പ്രഭു ഈ ലോകം സൃഷ്ടിച്ച് മനുഷ്യനും സർവ്വ സൃഷ്ടിജാലങ്ങൾക്കും ആവശ്യമായതെല്ലാം അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നത്. ഇത് മനുഷ്യന്റെ ആവശ്യത്തിലേക്കാണ്. ആവശ്യത്തിനെല്ലാം ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാം നന്ദിയോടുകൂടി ഉപയോഗിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയങ്ങളിൽ കണ്ണൻ എന്നും വാഴും. നന്ദികേട് ഒരു കാരണവശാലും വന്നു പോകരുത്. നമ്മൾ നന്ദിയുള്ളവരാണ് എന്ന് പാടുകയോ പറയുകയോ പ്രസംഗിക്കുകയോ പ്രാർത്ഥിക്കുകയോ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയോ അതിലല്ല കാര്യം. നമ്മുടെ ഹൃദയത്തിൽ പരിപൂർണമായ നന്ദി ഉണ്ടാവണം. ആദർശത്തെ വളർത്തുവാനുള്ള ശ്രദ്ധയുണ്ടാവണം. ഗുരുവിന്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഓർമ്മയുണ്ടാകണം. ആ മഹത്വത്തെ മറ്റുള്ളവരിലേക്ക് പകർത്തുവാനും വർദ്ധിപ്പിക്കുവാനും ശ്രദ്ധയുള്ളവരായി ജീവിക്കണം. അങ്ങനെ ഗുരുഭക്തരായി ലോകത്തിൽ ജീവിക്കുമ്പോഴാണ് ആത്മനാഥന്റെ ആനന്ദമാത്മാവിൽ അനുഭവമാകുന്നത്. ആ ആത്മാനന്ദം പകർന്നു തരാനാണ് ആത്മനാഥൻ വാഴുന്നത്. ആ ആനന്ദത്തെ ഓരോ ഹൃദയങ്ങളിലേക്കും സ്വീകരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധരായി തീരുക. ആ പരിശുദ്ധതയാണ് ജഗതീശ്വരൻ ദാനം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈശ്വരൻ തന്നെ നിയോഗിച്ച് നിലനിർത്തിയിരിക്കുന്നത്. കളങ്കമായി പോയ ആത്മാവിനെ സമ്പൂർണമായ പരിശുദ്ധതയിലേക്ക് ഉയർത്തി ഇപ്രകാരം ഈശ്വര രൂപമാക്കി തീർക്കുവാൻ, അതിലേക്ക് ഗുരുവിന്റെ അധിവാസം ഉറപ്പിക്കുവാൻ ആരാണ് ലോകത്തിൽ വാഴുന്നത്? ആത്മനാഥൻ വന്നു, ആത്മനാഥൻ വന്നു, ആത്മനാഥൻ
വെറുതെ ഒരു പൊളിവചനം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ ഇതിന്റെ മറ്റെന്തെങ്കിലുമുള്ള വിധത്തിലുള്ള ഒരു മഹത്വം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല. ഇതിന്റെ പരമരഹസ്യമായ സത്യമാണ് ഈ പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങളെ അറിയിക്കുന്നത്. ഉള്ളും പുറവും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ടാണ് ജഗദീശ്വരൻ ഈ ലോകത്തിൽ വാഴുന്നത്. ഈ ഉൾക്കരുതൽ ഉള്ളതുകൊണ്ടാണ്, അഥവാ ആത്മമോക്ഷത്തിനുള്ള വഴികളിലൂടെ നിങ്ങളെ നടത്തണമെന്നുള്ളതുകൊണ്ടാണ്, ആത്മമോക്ഷത്തിനുള്ള വഴികളിലൂടെ നിങ്ങളെ നടത്തണമെന്നുള്ള തീരുമാനമുള്ളത് കൊണ്ടാണ് ഈ നിയമങ്ങൾ ഓരോന്നും ദാനം ചെയ്തിരിക്കുന്നത്. ദാനം ചെയ്യുക മാത്രമല്ല, ആദ്യതിലൂടെ ഉപേക്ഷിച്ചിട്ടും വീണ്ടും തിരിച്ചു വന്നു, അതുപേക്ഷിച്ചിട്ട് വീണ്ടും വന്നു, അതുപേക്ഷിച്ച് വീണ്ടും വന്നു, അതുപേക്ഷിച്ച് വീണ്ടും വന്നു. എന്തിനു വേണ്ടി? മർത്യജന്മങ്ങളിൽ മറവി വന്നു പോകും, നിയമങ്ങൾ അനുസരിക്കാതെ വരും, സത്യത്തിൽ നിന്ന് തെറ്റിപ്പോകും. അങ്ങനെ പോകരുത്, അരുതരുതേ മനസ്സേ നീ പോകരുതേ. മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആ ഉത്ഭവസ്ഥാനത്തേക്ക് പരിപൂർണമാക്കി ചേർക്കുവാൻ, ആ ഉത്ഭവകാരണരൂപനാകുന്ന ജഗദീശ്വരൻ തന്നെ മാറി മാറി ഉടലുകൾ സ്വീകരിച്ചു വാഴുകയാണ്. അതാണ് നിങ്ങളുടെ ഭാഗ്യം. മർത്യജന്മങ്ങളുടെ മഹാഭാഗ്യം മർത്യനായ ഈശ്വരൻ വാഴുന്നതാണ്. ആ പരമഭാഗ്യത്തെ അറിയുക, അറിവിൽ കൂടി ജീവിക്കുക, ആശ്രയിച്ച് ആരാധിക്കുക, ആനന്ദം അനുഭവിക്കുക. ആത്മനാഥനെ ഹൃദയാന്തരംഗത്തിൽ എപ്പോഴും കണ്ടുകൊണ്ട് ആ ഭഗവാനെ വിട്ടു ഞാൻ പോകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട്, തിരിഹിതമല്ലാത്തതൊന്നും ഞാൻ ചിന്തിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്, തിരുവിഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്, അടിയുറച്ച അറിവിൽ നീ അനുസരിച്ചാൽ, ആ അടിയുറച്ച അറിവിൽ നീ അനുസരിച്ചാൽ, ആ അറിവിന്റെ ഉടമസ്ഥൻ നിന്റെ ആത്മാവിന്റെ രൂപമായി ആത്മാവിൽ കുടികൊള്ളും. അപ്പോഴാണ് നീ ഉത്ഭവസ്ഥാനത്തേക്ക് ഉയരുന്നത്, അപ്പോഴാണ് നീ പരിശുദ്ധ രാജ്യത്തിന് അവകാശിയാകുന്നത്, അപ്പോഴാണ് നീ പരലോകത്തിൽ ആനന്ദിക്കുന്നത്, അപ്പോഴാണ് പരമാത്മാവോട് ചേർന്ന് നീ സുഖിക്കുന്നത്. ആ പരമാനന്ദം മതിയെനിക്ക്, എന്റെ പരമാത്മാവിൽ മതിയെനിക്ക്. പരമാനന്ദം മതിയെനിക്ക്, എന്റെ
നിഷ്കളങ്ക സ്വരൂപൻ, നിർമ്മലാനന്ദരൂപൻ, നിത്യനിരാമയൻ, നിർവികാരൻ, നിഷ്കളങ്കൻ, നിത്യാനന്ദ സമ്പൂർണൻ, പരമാനന്ദ സമ്പൂർണൻ, ബ്രഹ്മാനന്ദ സമ്പൂർണൻ, സച്ചിദാനന്ദമൂർത്തി, ശുഭാനന്ദ രൂപം ധരിച്ച് ലോകത്തിൽ അവതാരമായി ഉള്ളും പുറവും ഒരുപോലെ തെളിയിച്ച് ആനന്ദിപ്പിക്കുവാൻ വേണ്ടി വാഴുന്നു. ആനന്ദിപ്പിക്കുവാൻ വേണ്ടി വാഴുന്നു. വെറും ആനന്ദമല്ല, ശുഭമായ ഒരു ആനന്ദം കലിയുഗത്തിൽ തിളങ്ങി വാഴുമാറാകട്ടെ. മനോഹരമായ ഒരു ഓണം ഈ ദുരിത ദുഃഖങ്ങളുടെ ഇടയിലും ഒരുക്കി ദാനം ചെയ്ത ജഗദീശ്വരനെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ പ്രാർത്ഥിക്കാം. ആ തിരുനാമത്തിൽ എന്റെ ശബ്ദസന്താനങ്ങൾ കൊണ്ടുവന്ന് അർപ്പിച്ച ഭക്ഷണ സാമഗ്രികൾ ഇന്ന് പാചകം ചെയ്ത് ഇന്ന് വന്നിരിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. എല്ലാം അങ്ങനെ തന്നെയാണ്. എന്തെല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ സമർപ്പിക്കുന്നുവോ, വ്യക്തിപരമായി ആരുടെയും ഉയർച്ചയ്ക്കോ ആരുടെയെങ്കിലും സ്വന്തം കാര്യങ്ങൾക്കോ ഉപയോഗിക്കാതെ സർവ്വതും ഭക്തസന്താനങ്ങളുടെ ആവശ്യത്തിലേക്കായി ഉപയോഗിച്ചുകൊണ്ട് ഭക്തവത്സലനാകുന്ന ജഗദീശ്വരൻ പ്രത്യക്ഷമായി നിന്നുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ ഓരോന്നും നടത്തുന്നത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. എല്ലാ നേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ചെറുതും വലുതുമായ നേർച്ചകളെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. ഇന്നേ ദിവസം ആദ്യമായി സന്നിധാനത്തിൽ എത്തിച്ചേർന്നവരെയും ഇനിയും വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിലകൊള്ളുന്നവരെയും എല്ലാം ഞാൻ ദർശിക്കുകയാണ്. വിദേശത്തിരിക്കുന്നവരുടെ അരിമ സന്താനങ്ങളെ ദർശിക്കുകയാണ്. ജോലി കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നവരെ ദർശിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദർശിക്കുകയാണ്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവരെ ദർശിക്കുകയാണ്. ദാരിദ്ര്യ ദുഃഖം അകലാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ദർശിക്കുകയാണ്. ദാരിദ്ര്യ ദുഃഖം അകലാൻ വേണ്ടി ദാരിദ്ര്യ ദുഃഖം പ്രാർത്ഥിക്കുന്നവരെ ദർശിക്കുകയാണ്. ഭവനമില്ലാതെ
ശില്പികളെയും ശിലകളെയും